ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ലാഡ ഏണിന്റെ അടുത്തേക്ക് വരികയാണ്. ഏണാണെങ്കിൽ ലാഡയെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ലാഡ ചോദിക്കുന്നുണ്ട് അവൾ ഏണിന്റെ അടുത്ത് ഇരുന്നോട്ടെ എന്ന്. ഏൺ ഓക്കെ പറയുമ്പോൾ ലാഡ അവളുടെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് പസിൽ ശരിയാക്കാൻ സഹായിക്കട്ടെ എന്ന്. ഏൺ അതിനും ഓക്കെ പറയുകയാണ്. ലാഡ ആ പസിൽ വീണ്ടും വീണ്ടും തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏൺ പറയുന്നുണ്ട് നീ ചെയ്യുന്നത് തെറ്റാണെന്ന്. ലാഡ പറയാണ് ഞാൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിനക്ക് വേണമെങ്കിൽ എന്നെ പണിഷ് ചെയ്യാം, അതിനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിനക്കെന്നെ കിസ് ചെയ്യാം. അത് കേൾക്കുമ്പോൾ ഏൺ ചെറുതായിട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. ലാഡ ചോദിക്കുന്നുണ്ട് നീ ഇപ്പൊ എന്തിനാ ചിരിക്കുന്നേ? എന്നെ കിസ് ചെയ്യുന്നത് അത്രയും വലിയൊരു തമാശയാണോന്ന് ഏൺ ചോദിക്കുന്നുണ്ട്. ലാഡയ്ക്ക് അവളോടുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും തെറ്റിദ്ധാരണയും മാറിയോന്ന്. ലാഡ എല്ലാ തെറ്റിദ്ധാരണയും മാറി എന്ന് പറയുമ്പോൾ ഏൺ പറയുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം, നീ എന്റെ ഗേൾ ഫ്രണ്ട് ആവോന്ന്. ലാഡ യെസ് പറയുവാണ്. അങ്ങനെ അവർ വീണ്ടും ഒരു ബ്രേക്കപ്പിന് ശേഷം റിലേഷനിലാവുകയാണ്. അവർ എന്നിട്ട് കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ലാഡ വളരെ ഹാപ്പി ആയിരിക്കും. ഹോസ്പിറ്റലിലേക്ക് ഇടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുവാണ്. ലാഡ സാധാരണ ഇങ്ങനെ സെലക്ട് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ അവൾ സിംഗിൾ അല്ലല്ലോ, അവൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ നന്നായി ഡ്രസ് ചെയ്തിട്ടാണ് പോകുന്നത്. ലാഡയുടെ സന്തോഷം കാണുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് ലാഡ ഇന്ന് നീ വളരെ ഹാപ്പി ആണല്ലോ. 2 വർഷത്തിനു ശേഷമാണ് നീ ഇത്രയും സന്തോഷിച്ചിട്ട് ഞാൻ കണ്ടത്. നിനക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാഡ പറയുന്നുണ്ട് അവളിപ്പോൾ നല്ല ഹാപ്പിയാണെന്ന്. ലാഡ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പരസ്യത്തിൽ അഭിനയിക്കാൻ അവളിപ്പോൾ റെഡിയാണെന്നും പറയുന്നുണ്ട്. അതും അവളുടെ അച്ഛൻ സെലക്ട് ചെയ്ത ആ സ്റ്റാറിന്റെ കൂടെ. അവളുടെ അമ്മ പറയുകയാണ് വസനുവും ലാഡയും തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന്. അത് കേട്ടതും ലാഡയുടെ എല്ലാ സന്തോഷവും പോവുകയാണ്. അത് അവളുടെ അച്ഛന് മനസ്സിലാകുമ്പോൾ അവളുടെ അച്ഛൻ വിഷയം മാറ്റുന്നുണ്ട്. എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലാഡയുടെ അച്ഛന്റെ അടുത്തേക്ക് അവളുടെ അമ്മ ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ലാഡയെ ഇത്രയ്ക്കധികം സപ്പോർട്ട് ചെയ്യുന്നത്? ലാഡയും വസനവും തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം. നമ്മളുടെ മരണശേഷം ലാഡയാണ് ഈ ഹോസ്പിറ്റലിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കേണ്ടത്. അവൾക്ക് അതിന് നല്ലൊരു പാർട്ട്ണറെ വേണം. വസനു അവൾക്ക് മാച്ച് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ലാഡയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മരുമകന് പകരം മരുമകളെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ലാഡയുടെ അച്ഛൻ പറയുന്നുണ്ട് ലാഡ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരാണായാലും പെണ്ണാണെങ്കിലും അച്ഛന് ഒരു കുഴപ്പമില്ലാന്ന്. ലാഡ ഹാപ്പി ആണെങ്കിൽ ഒരു മരുമകളെ സ്വീകരിക്കാനും അവളുടെ അച്ഛൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ലാഡയുടെ അമ്മയാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ പരസ്യത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഏണിന്റെ മാനേജർ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും മാനേജറിന്റെ ആവശ്യമൊന്നും അവൾക്ക് ഇപ്പോൾ ഇല്ല. ഏണിന്റെ കാര്യങ്ങളെല്ലാം ലാഡയാണ് വളരെ നന്നായിട്ട് നോക്കുന്നത്. അങ്ങനെ ഏണും ലാഡയും ഇത്രയും ക്ലോസ് ആയിരിക്കുന്നത് ഡോക്ടർ ടാനും ബോയും കാണുകയാണ്. അവരെന്നിട്ട് ലാഡയെ അവരുടെ അടുത്തേക്കും വിളിക്കുന്നുണ്ട്. ലാഡ പറയുന്നുണ്ട് ലാഡ ഏണിനോട് ക്ഷമിച്ചു, ഇപ്പോൾ വീണ്ടും അവരൊന്നായെന്ന്. അത് കേട്ടതും ബോയും ടാനും ഞെട്ടുകയാണ്. എന്നിട്ട് ലാഡയെ ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ലാഡയ്ക്ക് ഏണിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഏൺ ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അവളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണെങ്കിൽ അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോണം. അതുകൊണ്ട് തന്നെ വേഗം മൂടി പോകുന്നുണ്ട്. ഏൺ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ലാഡ ബാക്കിലൂടെ വന്നിട്ട് അവളെ ഹഗ് ചെയ്യുന്നത്. ഏൺ പേടിച്ചിട്ട് ബാക്കിലേക്കൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആ റൂമിൽ അവർ 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ലാഡ പറയുന്നുണ്ട് എനിക്ക് എപ്പോഴും നിന്നിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കാനാണ് ഇഷ്ടം. ആളുകളുടെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കെട്ടിപ്പിടിക്കാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഏൺ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അതോ നിനക്ക് പേടിയായോണ്ടാണോ? അത് കേൾക്കുമ്പോൾ ലാഡ ഏണിനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുകയാണ്, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടും കെട്ടിപ്പിടിക്കാനായിട്ട്. പക്ഷെ ഏണാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ലാഡ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ 2 പേരും ഡേറ്റ് ചെയ്യുകയാണ്, ഉടനെ തന്നെ കല്യാണം കഴിക്കുന്നത്. ഏൺ പറയുന്നുണ്ട് കല്യാണം കഴിക്കുന്നതിനുള്ള പേയ്മെന്റ് ആദ്യം കൊടുക്കാനായിട്ട്. ലാഡ എന്നിട്ട് ഒരുപാട് കിസ്സുകൾ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ലാഡയുടെ അമ്മ അങ്ങോട്ട് വരികയും ഇവർ കിസ് ചെയ്യുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്.
എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ്. ലാഡയും ഏണും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ലാഡയുടെ അമ്മ അവിടെ നിൽക്കുന്നത് കാണുന്നത്. ഏൺ അപ്പോൾ തന്നെ ലാഡയുടെ കൈയൊക്കെ വിടുന്നുണ്ട്. ലാഡ അവളുടെ അമ്മയ്ക്ക് ഏണിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഏണും അവളുടെ അമ്മയും പണ്ട് സംസാരിച്ച കാര്യമൊന്നും ലാഡയ്ക്ക് ഇപ്പോഴും അറിയില്ല. എന്നിട്ട് ലാഡ അവളുടെ അമ്മയോട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളുടെ അമ്മയ്ക്ക് വിശപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒരു സ്റ്റാഫ് വന്നിട്ട് ലാഡയെ വിളിക്കുന്നതും അവൾ ഉടനെ തന്നെ പോകുന്നതും. ലാഡയുടെ അമ്മ ഏണിനോട് പറയുന്നുണ്ട്, 2 വർഷം മുമ്പ് നിന്റെ അമ്മയ്ക്ക് വയ്യാതായിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് നിന്റെ അമ്മയെ രക്ഷിച്ചത് നീ ലാഡയുമായിട്ട് ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുമിച്ച് നടക്കുന്നത്? എന്റെ ലാഡ റിച്ച് ആയതുകൊണ്ടാണോ നീ അവളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരുന്നത്? ഏൺ പറയുന്നുണ്ട്, ഞാൻ ലാഡയുടെ അടുത്തേക്ക് തിരിച്ചു വന്നത് എനിക്ക് അവളെ ഇപ്പോഴും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അവൾ ഇഷ്ടപ്പെട്ടത്. അവൾ പണക്കാരിയായാലും പാവപ്പെട്ടവളായാലും ഞാൻ അവളെ തന്നെ ഇഷ്ടപ്പെടുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ലാഡയെ ഇഷ്ടപ്പെടുന്നത് ആത്മാർത്ഥമായിട്ടാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ 2 പേരും ബ്രേക്കപ്പ് ആയതാണ്. നീ എന്തിനാണ് വീണ്ടും തിരിച്ചു വന്നത് എന്ന് ലാഡയുടെ അമ്മ ചോദിക്കുമ്പോൾ ഏൺ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് കൊണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞാനും ലാഡയും ഒരിക്കലും ഒന്നാകില്ല എന്നാ. ലാഡയ്ക്ക് വസുനുവിന് ഇഷ്ടമാണെന്നും അവളുടെ പഠിപ്പ് കഴിഞ്ഞാൽ ഉടനെ അവർ 2 പേരും കല്യാണം കഴിക്കുന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നോട് പറഞ്ഞത് വെറും കള്ളം മാത്രമായിരുന്നു. ഇപ്പോഴും വസുനുവും ലാഡയും ഒന്നായിട്ടില്ല. ലാഡയ്ക്ക് വസുനുവിനോട് ഒരിഷ്ടവുമില്ല. ലാഡയുടെ അമ്മയ്ക്ക് പിന്നീട് ഒന്നും സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് ഉടനെ തന്നെ ഏണിന്റെ അടുത്ത് നിന്നും പോവുകയാണ്. ഇനിയും ലാഡയെ അവൾക്ക് നഷ്ടമാകുമെന്നും അവൾ പേടിക്കുന്നുണ്ട്. ലാഡയുടെ അമ്മ തിരിച്ച് ഓഫീസിലേക്ക് പോയിട്ട് ലാഡയെ കുറിച്ചാണ് ഓർക്കുന്നത്. പണ്ട് മുതലേ ലാഡയ്ക്കൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ലാഡ ഒരു ഡോക്ടർ ആയപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിച്ചതാണ്. ലാഡ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ലാഡയുടെ ജീവിതം തന്നെ വേസ്റ്റ് ആയി പോകും എന്നാണ് അവളുടെ അമ്മ വിചാരിക്കുന്നത്. അങ്ങനെ ലാഡയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനം ഈ ലോകത്തെ അറിയിക്കാൻ അവളുടെ അമ്മ തയ്യാറാവുകയാണ്. എന്നിട്ട് നാളെ തന്നെ ഒരു TV ഇന്റർവ്യൂ നടത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ലാഡയും ഏണും കൂടിയിട്ട് ഇപ്പൊ വീട്ടിലേക്ക് പോവുകയാണ്. ഏൺ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല. ഏണിന് എന്താണ് സംഭവിച്ചത് എന്ന് ലാഡ ചോദിക്കുമ്പോൾ ലാഡയും ഏണും തമ്മിലുള്ള റിലേഷൻ ലാഡയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടാവില്ല, ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. ലാഡ പറയുകയാണ്, നീ ഇതിനെ കുറിച്ച് ഓർത്തിട്ടാണോ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? എന്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെയും എന്റെ അമ്മ ഇഷ്ടപ്പെടും. ഞാൻ എന്റെ അമ്മയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ എന്റെ അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇത് പണ്ടത്തെ കാലമൊന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏണിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ലാഡയുടെ അമ്മ എങ്ങനെയാണെന്ന് ഏണിന് നന്നായിട്ട് അറിയാം. അങ്ങനെ അവർ 2 പേരും കൂടി വീട്ടിലേക്ക് പോവുകയും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ലാഡയും ഏണും തമ്മിലുള്ള റിലേഷൻ തകർക്കാൻ ലാഡയുടെ അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ഏണിനറിയാം. അതുകൊണ്ട് തന്നെ ലാഡയോടൊപ്പമുള്ള ഈ സമയം അവൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി ഏൺ ലാഡയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ഡ്രസ്സൊക്കെ തേച്ചു കൊടുക്കുകയാണ്. ലാഡ എഴുന്നേൽക്കുമ്പോൾ ഏണ് പോയിട്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ലാഡയുടെ ഡ്രസ്സ് റെഡിയാക്കുമ്പോഴാണ് ലാഡ പെട്ടെന്ന് ഏണിനെ വീണ്ടും ബെഡിലേക്ക് വലിച്ചിരുത്തുന്നത്. എന്നിട്ട് ലാഡ ഏണിനെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ലാഡയുടെ അമ്മ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ എടുക്കുന്നില്ല. ലാഡയോട് കോൾ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഏണങ്ങ് മാറി നിൽക്കുന്നുണ്ട്. ലാഡയുടെ അമ്മ വിളിക്കുന്നത് നാളെ 10 മണിക്ക് ഒരു TV ഇന്റർവ്യൂ ഉണ്ട്, ലാഡ മറക്കാതെ കൃത്യസമയത്ത് വരണമെന്ന് പറയാനാണ്. ഏൺ വീണ്ടും പേടിക്കുന്നുണ്ട്. ലാഡയെയും ഏണിനെയും പിടിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലാഡയുടെ അമ്മ പ്ലാൻ ചെയ്യുന്നുണ്ടോന്നാണ് അവൾ പേടിക്കുന്നത്. ലാഡയുടെ അമ്മയാണെങ്കിൽ അവരെ പിരിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. രാത്രി ഒരുപാട് വൈകിയിട്ടും ലാഡ വീട്ടിലേക്ക് എത്താൻ നേരം വൈകുവാണ്. അതിനെക്കുറിച്ച് ലാഡയുടെ അമ്മ കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിലും അവളിപ്പോൾ ഒരു ചെറിയ കുട്ടിയല്ലല്ലോ, സ്വന്തം കാര്യം നോക്കാൻ അവൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാഡയുടെ അച്ഛൻ അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ലാഡയുടെ അമ്മയാണെങ്കിൽ അവളുടെ അച്ഛനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ലാഡയുടെ അമ്മ പ്ലാൻ ചെയ്യുന്ന പോലെയാണ് ലാഡ ജീവിക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി ഇന്നാണ് ലാഡയുടെ അമ്മ പറഞ്ഞ ആ ഇന്റർവ്യൂ. ഏണാണ് ലാഡയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്തു കൊടുക്കുന്നതും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും.
ലാഡ പോയി കഴിയുമ്പോൾ ഏണിന്റെ മാനേജർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഏണിനോട് ചോദിക്കുകയാണ്, 2 വർഷം മുമ്പ് ഏണും ലാഡയും തമ്മിൽ ബ്രേക്കപ്പ് ആവാൻ കാരണം ലാഡയുടെ അമ്മയാണെന്ന് ലാഡയ്ക്ക് അറിയാവോന്ന്. ഏൺ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ആ കാര്യങ്ങളൊന്നും ലാഡയോട് പറഞ്ഞിട്ടില്ല. ഞാനത് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായാലോ. പക്ഷെ അവളുടെ അമ്മ വീണ്ടും ഞങ്ങൾ വേർപെടുത്താൻ ശ്രമിക്കുമോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഇനി എന്തൊക്കെ ഉണ്ടായാലും ഞാൻ അവളെ വിട്ട് പിരിയില്ല. ഇനി കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഡോക്ടർ ടാൻ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങോട്ട് ഡോക്ടർ വസനു വരുന്നത്. അവർക്ക് പണ്ടത്തെ പോലെ സംസാരിക്കാനൊന്നും സാധിക്കുന്നില്ല. വസനു അറിയാതെ ടാൻ വസനുവിനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാൻ അറിയാതെ വസനു ടാനിനെയും നോക്കുന്നുണ്ട്. എന്നിട്ട് അവർ 2 പേരും ലിഫ്റ്റിനുള്ളിലേക്ക് കയറുകയാണ്. പെട്ടെന്നാണ് ടാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അവനൊരു കാര്യം മറന്നു എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി പോകുന്നതും. ടാനിന് എന്താണ് സംഭവിച്ചതെന്ന് വസനുവിന് മനസ്സിലാകുന്നില്ല. ലാഡ അവിടെ ഇന്റർവ്യൂവിന് റെഡി ആയിരിക്കുമ്പോഴാണ് വസനുവിനെ കാണുന്നത്. ഇന്നത്തെ ഇന്റർവ്യൂല് വസനുവും വരുന്നുണ്ടെന്ന് ലാഡയ്ക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഇന്റർവ്യൂല് ലാഡയുണ്ടെന്ന് വസനുവിനും അറിയില്ലായിരുന്നു. അങ്ങനെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ആവുകയാണ്. ലാഡയുടെ അമ്മ പറയുന്നുണ്ട്, ലാഡയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ലോകത്തോട് അനൗൺസ് ചെയ്യാൻ പോവാണെന്ന്. അത് കേൾക്കുമ്പോൾ ലാഡ ആകെ ഞെട്ടിപ്പോവുകയാണ്. അവളുടെ അമ്മ എന്താണ് പറയാൻ പോകുന്നതെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. അവളുടെ അമ്മ പറയുന്നുണ്ട്, ലാഡയും വസനുവും കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്. അവരുടെ കല്യാണം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന്. അത് കേൾക്കുമ്പോൾ ലാഡയും വസനുവും ഒരുപോലെ തന്നെ ഞെട്ടുന്നുണ്ട്. ലാഡ വിചാരിക്കുന്നത് ലാഡയുടെ അമ്മ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുമെന്ന് വസനുവിന് അറിയാമെന്നാണ്. പക്ഷെ അവനും നിരപരാധിയാണ്. അവളുടെ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് വസനു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തുണ്ടാവാന്നറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.